ഹലോ ഗൈസ്, ഇന്നൊരു ചിക്കൻ മന്തി റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടി 2 ചെറിയ സവാള, പിന്നെ ഒരു അര കഷ്ണം ക്യാപ്സിക്കം, പച്ചമുളക്, പിന്നെ 2 തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കൂടി ഒന്ന് മിക്സിയിലൊന്ന് അരച്ച് വെക്കട്ടോ. പിന്നെ ഒരടുപ്പത്ത് ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്താണ്. അതിലേക്ക് മന്തി മസാല ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഒരു 80% വേവുമ്പോൾ നമുക്ക് ചോറ് ഊറ്റി വെക്കട്ടോ. പിന്നെ മറ്റേ അടുപ്പത്ത് പാന് വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ വറുക്കാൻ വെക്കുക. മന്തി മസാലയും മാഗി ക്യൂബും ഉപ്പും കുരുമുളകും ഇട്ടിട്ടാണ് ഞാൻ മാഗ്നേറ്റ് ചെയ്തത് ചിക്കൻ. അതും പൊരിച്ച് മാറ്റി വെക്കട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. പിന്നെ 2 സവാള, പിന്നെ തക്കാളി അരച്ചത്, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 2 മാഗി ക്യൂബ്, പിന്നെ മന്തി മസാല ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് മാറ്റി വെച്ച റൈസില്ലേ 80% വെന്താൽ മതി കേട്ടോ. ബാക്കി നമ്മൾ കിടന്ന് വെന്തോളും. അതും കൂടി ഇട്ട് കൊടുക്കുക. പകുതി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും മുകളിൽ കുറച്ചും കൂടെ മന്തി മസാല ഇട്ട് കൊടുക്കുക, ഓയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ 4 പച്ചമുളകും കൂടെ ഒന്ന് കുത്തി വെക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലൊന്ന് ദം ചെയ്യാം. നല്ല ടേസ്റ്റുള്ള മന്തി കേട്ടോ. ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഞങ്ങൾ മയോണൈസും പപ്പടും ചിക്കൻ വറുത്തതും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ അപ്പം നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.